2026 ഏപ്രിൽ മാസം 26 മുതൽക്ക് മെയ് 2 വരെയുള്ള 7 ദിവസത്തെ, അതായത് ഒരാഴ്ചത്തെ 12 രാശിക്കാർക്കും ഉള്ള സാമാന്യ ഫല നിരൂപണമാണ് ഇവിടെ നടത്തുന്നത്. ഗ്രഹസ്ഥിതിക്ക് കഴിഞ്ഞ ആഴ്ചയിൽ നിന്നും വലുതായ വ്യത്യാസങ്ങൾ ഒന്നുമില്ല. സൂര്യൻ മേടത്തിലാണ്, ശുക്രൻ ഇടവത്തിലാണ്, സ്വക്ഷേത്രത്തിലാണ്, സൂര്യൻ ഉച്ചത്തിലുമാണ്, വ്യാഴം മിഥുനത്തിൽ തന്നെയാണ്, കുജനും ബുധനും ശനിയും മീനത്തിൽ ത്രിഗ്രഹ യോഗത്തിലാണ്, രാഹുകേതുക്കൾ ചിങ്ങത്തിലും മകരത്തിലുമായിട്ട് നിൽക്കുന്നു. ആയതുകൊണ്ട് ഗ്രഹസ്ഥിതിക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. എങ്കിലും സാമാന്യമായിട്ടുള്ള ഫലം നമുക്ക് ഇവിടെ നിരൂപണം നടത്താം. മേടം രാശിയാണ് ആദ്യത്തേത്. ഏരീസ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷിൽ പറയുക. അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യ പാദവും ചേർന്നതാണ് മേടക്കൂറ് എന്ന് പറയുന്നത്. മേടക്കൂറുകാർക്ക് ലഗ്നത്തിൽ സൂര്യനാണ്. അത് ഉച്ചസ്ഥിതി കൂടെ ഉള്ളതാണ് സൂര്യന്. ഇവർക്ക് പ്രവർത്തനങ്ങൾ വളരെ മന്ദീഭവിച്ചു കടന്നിരുന്നവർക്കും അവരുടെ പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമാകേണ്ട കാലമാണ്. അവരുടെ നേതൃത്വം പാടവം പ്രകടിപ്പിക്കാൻ സാധിക്കും, അത് അംഗീകരിക്കപ്പെടുകയും ചെയ്യും. എന്നാൽ അതോടൊപ്പം പറയേണ്ടതാണ്, അവരുടെ 12ാം ഭാവത്തിലെ ശനിയുടെയും കുജൻ്റെയും ബുധൻ്റെയും യോഗം, അഗ്നിമാരുത യോഗം എന്നാണ് പറയുക. അതിൻ്റെ സ്വാധീനം കൊണ്ട് ചില തടസ്സങ്ങൾ ഒക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ പ്രവർത്തനത്തിലും ഒക്കെ ചില നിയന്ത്രണമില്ലായ്മ കൊണ്ടുണ്ടാകുന്ന ആത്മവിക്ഷോഭം അഥവാ വികാര വിക്ഷോഭങ്ങൾ ചില തടസ്സങ്ങൾ സൃഷ്ടിക്കും, ആശങ്ക ഉണ്ടാകും. ഇതെല്ലാം ഇതിനോടൊപ്പം തന്നെ കണക്കിലെടുക്കേണ്ടതാണ്. ആയതുകൊണ്ട് അവരുടെ ജോലിയിലോ കർമ്മത്തിലും ഒക്കെ ചില ന്യൂനതകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ധനപരമായിട്ട് 2ാം ഭാവത്തിൽ ശുക്രനാണ്. ആയതുകൊണ്ട് വരുമാന വർധനവ് ആണ് ഉണ്ടാകേണ്ടത്. പക്ഷേ ആസ്വാദനം അല്ലെങ്കിൽ അനാവശ്യമെന്ന് നമുക്ക് പറയാവുന്ന ചില ധൂർത്തുകളുമൊക്കെ ഉണ്ടാകാം, അഥവാ ആർഭാടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. അത് സംബന്ധിച്ചുള്ള ചില ചിലവുകളും ഒക്കെ കൂടുന്നു എന്നുള്ളതുകൊണ്ട് വരവിനനുസരിച്ച് അഥവാ അതിൽ കൂടുതലായി ചിലവും ഉണ്ടാകും. ആരോഗ്യപരമായിട്ട് ഈ പറയുന്ന പല സന്ദർഭങ്ങളിലുണ്ടാകുന്ന വികാരവിക്ഷോഭങ്ങളോ സമ്മർദ്ദങ്ങളോ ഒക്കെ കാരണം തലയ്ക്ക് ഭാരമുണ്ടാവുക, ഉറക്കക്കുറവുണ്ടാവുക, ഇതൊക്കെ അവർക്ക് ചില ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സ്വതവേ ചില രോഗങ്ങളുള്ളവർക്ക്, നാഡീ സംബന്ധമായിട്ടും ഒക്കെ ചില രോഗങ്ങളും ഒക്കെ ഉള്ളവർക്ക് അത് കുറച്ചൊന്ന് കൂടാൻ ഇടയുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിൽ തൻ്റെ വാക്ക് അംഗീകരിക്കപ്പെടും കൂടുതലായിട്ട്. അവനവൻ്റെ വാക്കുകൊണ്ടാണ് കുടുംബം മുന്നോട്ട് പോകുന്നത്. പക്ഷേ അതിൽ വാക്കിൽ ഉണ്ടാകുന്ന ചില കടുപ്പം ഉണ്ടായെന്നിരിക്കും. അത് കഴിയുന്നതും ഒഴിവാക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ഗൃഹാന്തരീക്ഷത്തിൽ ചില സംഘർഷങ്ങളും സന്തോഷമില്ലാത്ത അവസ്ഥകളുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവർക്ക് പരിഹാരം എന്നുള്ള നിലയ്ക്ക് സൂര്യന് അർഘ്യം കൊടുക്കുക, സൂര്യ മന്ത്രം ജപിക്കുക, അതുപോലെ തന്നെ മഹാവിഷ്ണു അഥവാ നാരായണന് വഴിപാട് ചെയ്യുക, മറ്റ് മന്ത്രജപങ്ങളോ ഉപാസനയൊക്കെ ചെയ്യുക, സൂര്യ നമസ്കാരം ചെയ്യുക, ഇതൊക്കെയും വളരെ നല്ലതാണ്. സുബ്രഹ്മണ്യസ്വാമിക്കും പൂജകൾ നടത്തുകയോ സുബ്രഹ്മണ്യൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്.